ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്ത് കണ്ടന്റ് ഇടും നിങ്ങൾ ആലോചിച്ച് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സാധനം എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ. എവറി പേഴ്സൺ സീസ് എ ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് യു. അതായത് നമ്മുടെയൊക്കെ ലൈഫിലുണ്ടല്ലോ, പലപ്പോഴും നമ്മൾക്ക് വരുന്ന ഒരു സങ്കടമുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ ചെയ്താലും ചില ആൾക്കാർക്ക് അതിലെന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്തതിനൊരു വിലയില്ലാണ്ടായി പോവാറുള്ള സിറ്റുവേഷൻ നമുക്ക് വരാറില്ലേ. പക്ഷെ ചിലവർക്ക് ഓക്കെ, ദേ ആർ ഫൈൻ. അതായത് ഇപ്പം എന്നെ പറ്റിയിട്ട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ചോ, അവൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ മേ ബി നമുക്ക് പകുതി കൊടുക്കാം. അത്രയ്ക്ക് മോശമായിട്ട് ഞാൻ എന്നെ തരം താഴ്ത്തുന്നില്ല എന്ന്. 50% ആൾക്കാർ മേ ബി പറയും ഓക്കെ, അവൾ നല്ല കുട്ടിയാണ്, അങ്ങനെ പറയും. ചില 50% ആൾക്കാർ മേ ബി പറയും അവൾ അത്ര ഇതല്ല കേട്ടോ, ഭയങ്കര അഹങ്കാരിയാണ്, ഭയങ്കര തർക്കുത്തരം പറയുന്നവരാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നമ്മൾ പല ആൾക്കാരും പല പല രീതിയിലായിരിക്കും കാണുന്നത്, പല പല രീതിയിലായിരിക്കും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും പ്രീതിപ്പെടുത്തി എല്ലാവരുടെ അടുത്തുനിന്നും ഓക്കെ ഷീ ഈസ് എ ഗുഡ് ഗേൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ ആൾക്കാർ നമ്മളെ പല രീതിയിൽ കാണുന്നത് പറയുന്നതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. അതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സംഭവം അങ്ങ് ക്ലിയർ ആയിട്ട് കിട്ടും. ഇപ്പം ചില ആൾക്കാരുണ്ട് അധികം സംസാരിക്കാത്ത, ഇപ്പം പ്രത്യേകിച്ചും നമ്മൾക്ക് അധികം പരിചയമില്ലാത്ത ആൾക്കാരോട് അധികം സംസാരിക്കാതിരിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെയൊക്കെ ഇടപെട്ട് ഇതാക്കാൻ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അവരുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള പല പല സിറ്റുവേഷൻസും തിരിച്ചടികൾ കൊണ്ട് അങ്ങനെയായി മാറിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിനെ കുറച്ച് ആൾക്കാർ 2 രീതിയിൽ അങ്ങനെ കാണുന്നുണ്ടായിരിക്കും. കുറച്ച് ആൾക്കാർക്ക് എന്തായിരിക്കും, ഇങ്ങനെ പറയും, ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ അങ്ങനെ സംസാരിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്, അവൾക്ക് പൈസ ഉണ്ട്, അവൾക്ക് എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതിൻ്റെ അഹങ്കാരമാണ്, നമ്മോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് പറ്റില്ല, അങ്ങനെയൊക്കെ പറയും. വാ തുറന്നു കഴിഞ്ഞാൽ മുത്തു പൊഴിയും എന്നാണ് അവളുടെ വിചാരം എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ കുറച്ച് ആൾക്കാർ പറയാ അവൾ ഒരു ഒതുങ്ങിയ ടൈപ്പാണ് കേട്ടോ, ഒരു സമാധാനപ്രിയയാണ്, അങ്ങനെ ആവശ്യമില്ലാണ്ട് വളവളാന്ന് സംസാരിക്കില്ല, അങ്ങനെ പറയും. അത്രയേ ഉള്ളൂ. ഈ 2 ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ. പിന്നെ വേറൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ ഒരു കുട്ടി കല്യാണത്തിന് മുന്നേ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണെന്ന് വിചാരിക്കാം. കല്യാണത്തിൻ്റെ സമയം ഇപ്പം അതങ്ങ് നിന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പം അവൾക്കത് കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് അവളുടെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ അതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. പക്ഷെ അവൾ ഉറച്ച തീരുമാനം എടുത്തിട്ട് അവളുടെ ഡാൻസിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെറിയൊരു ഡാൻസിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവളത് കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കാം. ഈ ഒരു സിറ്റുവേഷന് ആൾക്കാർ കാണുന്നത് 2 രീതിയിലായിരിക്കും. കുറച്ച് ആൾക്കാർ പറയുക അവൾ എന്തൊരു അഹങ്കാരിയാണ്, കല്യാണം കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, അപ്പോഴും അവളുടെ വീട്ടുകാർ പറയണം അവർ വല്ലതും കേൾക്കുന്നുണ്ടോ, അവൾ ഒന്നും കേൾക്കാണ്ട് തൻ്റെ ഇടത്തിന് അവൾ പോയി ഓരോന്ന് പഠിക്കുകയാണെന്ന് പറയും. പക്ഷെ കുറച്ച് ആൾക്കാർ പറയാ അവൾ നല്ല ബോൾഡാണ് കേട്ടോ, കല്യാണം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് അവളുടെ ഇഷ്ടങ്ങൾ ഇതൊന്നും മാറ്റി വെച്ചിട്ടില്ല, ഇപ്പം ആ കുട്ടി ഇതേ പഠിച്ച് അവൾ 10 വയസ്സ് വീട്ടിലിരുന്നിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ട് അവൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും അതിനെ 2 രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. കുറച്ച് ആൾക്കാർക്ക് നമ്മൾ നല്ലതായിരിക്കും, കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ചീത്തയായിരിക്കും. അതിപ്പോൾ നമ്മൾ തലകുത്തി നിന്ന് എന്തൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാലും അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അത് പ്രകൃതി നിയമമാണ് മക്കളെ, പ്രകൃതി നിയമമാണ്. അപ്പം ഞാനീ പറഞ്ഞ 3 സിറ്റുവേഷൻസിലും അവിടെയുള്ളത് ഒരാൾ തന്നെയാണ്. പക്ഷെ ആ ആൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിനെ കുറച്ച് ആൾക്കാർ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, കുറച്ച് ആൾക്കാർ ചീത്ത രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അല്ലാതെ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ആ ഒരു പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ മാറ്റിയൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആർക്കും വേണ്ടിയിട്ട് നമ്മൾ ഒന്നും മാറാതിരിക്കുക. നമ്മൾ ആകെ കൂടെ ബോധിപ്പിക്കേണ്ടത് നമ്മളുടെ മനസാക്ഷിനെയാണ്. നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുക, ഞാൻ ഈ ചെയ്യുന്ന സംഭവം നല്ലതാണോ, ഇതിൽ സത്യമുള്ളതാണോ, ഞാൻ കാരണം മറ്റൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല എന്നാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളങ്ങ് മുന്നോട്ട് പോവുക. കുറച്ച് ആൾക്കാർ ഈ പറഞ്ഞ പോലെ അതിൽ കുറ്റങ്ങൾ പറയാൻ വരും. പക്ഷെ ഒരാളെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ കാണും. അതും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മാറ്റം വരുത്തണ്ട. നമ്മുടെ മനസാക്ഷിക്ക് ഓക്കെ ഞാൻ കറക്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അങ്ങോട്ട് വെച്ച് പിടിച്ചോ. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു എക്സാമ്പിൾ ഇല്ലേ, ഒരു ഗ്ലാസ്സിൽ ഒരു പകുതി വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു 10 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ആ ഗ്ലാസ്സിലെ വെള്ളത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു 5 ആൾക്കാർ പറയും ആ ഗ്ലാസ്സിൽ പകുതി വെള്ളമേ ഉള്ളൂല്ലോ, പക്ഷെ ബാക്കി 5 ആൾക്കാർ പറയും ആ ഗ്ലാസ്സിൽ പകുതി വെള്ളം ഉണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. ഇതിലിപ്പം നമ്മൾ ആരുടെ കൂടെ നിൽക്കണ്ടേ? ഞാനാണെങ്കിൽ ആ രണ്ടാമത്തെ കാറ്റഗറിയിൽ നിൽക്കും. കാരണം പകുതി വെള്ളം ഉള്ളെങ്കിൽ പോലും അവർ പറയണത് എന്താ, ആ പകുതി വെള്ളം ഉണ്ടല്ലോ, അത് ഒട്ടും വെള്ളം ഇല്ലാണ്ട് അവിടെ ഇല്ലല്ലോ. അപ്പം എന്തൊരു കാര്യത്തിനെയും അവർ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അപ്പം നമ്മൾ ഈ ചുറ്റുമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇങ്ങനെ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുക. എന്ന് കരുതിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും തെറ്റുകളും ചെയ്യുമ്പോൾ അതിന് തെറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരുമ്പോൾ അതിൽ ഓക്കെ ഞാൻ പറ്റൂല എന്ന് അത്ര കടുംപിടുത്തം പിടിച്ച് നിൽക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മൾക്കിപ്പോൾ ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു, ആരെങ്കിലും എന്നിട്ട് ഒരു സജഷൻ പറയുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, ഓക്കെ ഞാനത് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവാനൊക്കെ പറ്റുമായിരിക്കും എന്ന്. ചിലവർക്ക് ചിലപ്പോൾ നമ്മളൊന്ന് താഴെ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സജഷൻ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിലെ പല പല സിറ്റുവേഷൻസ് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആരാണ് നമ്മളെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പറയുന്നത്, ആരാണ് നമ്മളെ കുറച്ചും കൂടെ അടിയിലോട്ടേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നതെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മൾ മനുഷ്യന്മാരല്ലേ, അതിനുള്ള ബുദ്ധിയൊക്കെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ആരെങ്കിലും നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും ചെയ്യാത്ത പല പല കാര്യങ്ങൾക്കും ചിലപ്പോൾ നമ്മൾക്ക് കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് നമ്മളോട് പറയുമ്പോഴായിരിക്കും മറ്റൊരാൾ നമ്മളെ പറ്റിയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് അങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ അറിയാത്തൊരു കാര്യമായി കഴിയുമ്പോൾ നമ്മൾക്ക് സീരിയസ്ലി നമ്മൾക്ക് നല്ല സങ്കടം തോന്നും. ചിലപ്പോൾ നമ്മൾ കുത്തിയിരുന്ന് നമ്മൾ മോങ്ങും. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, അവരങ്ങനെ പറയുന്നത് നമ്മളുടെ പ്രശ്നം കൊണ്ടല്ല, അവരുടെ ചിന്താഗതി അത്രയ്ക്ക് മോശമായതുകൊണ്ടാണ് അവർ നമ്മളെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തിയുടെ മുഖം എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. പിന്നെ പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യാത്തൊരു കാര്യത്തെ പറ്റിയിട്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞിപ്പം എൻ്റെ അടുത്തൊരു വ്യക്തി വന്ന് പറയുകയാണെന്ന് വിചാരിച്ചോ, അവർ നിന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നൊക്കെ തിരുത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ പോകെ നമ്മൾക്ക് ഈ വയസ്സ് കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് എന്തിനാ അവർ പറയണത് പറഞ്ഞോട്ടെ, അവരവിടെ പറഞ്ഞു എന്ന് എഴുതിയിട്ട് എനിക്കും വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. എൻ്റെ ലൈഫ് പഴയ പോലെ തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് ആരെയും ബോധിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. നമ്മളെ മനസ്സിലാക്കേണ്ട ആൾക്കാർ മനസ്സിലാക്കും. ഇതേപോലെ തന്നെ നമ്മളിൽ പോസിറ്റീവായിട്ട് കാണേണ്ട ആൾക്കാർ പോസിറ്റീവായിട്ട് കണ്ടോളും, നെഗറ്റീവായിട്ട് കാണേണ്ട ആൾക്കാരെ നെഗറ്റീവായിട്ട് കണ്ടോളും. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഉള്ള ഒരു പ്രശ്നം ഇതാണ്, നാട്ടുകാരെ ബോധിപ്പിക്കുക, മറ്റുള്ളവരെ ബോധിപ്പിക്കുക, മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ നല്ലത് പറയിപ്പിക്കുകയെന്ന്. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മുടെ ബ്ലഡിലുണ്ട് ചെറിയൊരു അംശം അതൊക്കെ. കാരണം ചെറുതിലേ മുതൽ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളത് അതൊക്കെ തന്നെയാണ്. പക്ഷേ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണിത്. അവർ പറയണത് പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ മനസ്സാക്ഷിനെ മാത്രം ബോധിപ്പിച്ചാൽ പോരെ. അപ്പം അതുകൊണ്ട് ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ എന്താ പറയുക, ആരെയും ബോധിപ്പിക്കാനൊന്നും ശ്രമിക്കേണ്ട. നമുക്ക് നല്ലതെന്ന് തോന്നുന്നത്, നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മൾ എന്ത് ചെയ്താലും അതിലെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും എന്ന് വാശി പിടിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരെ, അവർ നമ്മളിപ്പം എത്ര കിലോ സ്വർണം കൊണ്ടുപോയി അവരുടെ മുന്നിൽ വെച്ചാൽ പോലും സ്വർണ്ണത്തിന് ഭയങ്കര വിലയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ എക്സാമ്പിൾ ഇട്ടത്. അവരതിലെന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. അപ്പം അതൊന്നും മൈൻഡാക്കണ്ട. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, മറ്റുള്ളവർ പറയുന്നത് പറഞ്ഞോട്ടെ, നമുക്ക് ശരിയെന്നുള്ളത് നമ്മൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.